നെക്സ്റ്റ് ഒരു പ്രോബ്ലമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഹാസ് എ സ്പാൻ ഓഫ് 15 meter. A UDL of 40 kilonewton per meter and 5 meter long crosses the grid from left to right. Draw influence line diagram for shear force and bending moment at a section 6 meter from left end. Use this diagram to calculate maximum shear force and bending moment at this section. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഒരു മൂവിങ് ലോഡ് തന്നിട്ടുണ്ട്. മൂവിങ് ലോഡ്, ആ ലോഡിൻ്റെ ഇൻറ്റൻസിറ്റി 40 kN per meter ആണ്. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ്. ആ ലോഡിൻ്റെ ലെങ്ത് 5 meter. ക്വസ്റ്റ്യനകത്ത് പറയുന്നത് ഷിയർ ഫോഴ്സിൻ്റെയും ബെൻഡിങ് മൊമെൻറ്റിൻ്റെയും ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം വരയ്ക്കാനാണ്. അറ്റ് പോയിന്റ് സി, എന്നിട്ട് ഈ സി പോയിന്റിൽ ആക്ട് ചെയ്യുന്ന മാക്സിമം ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് വാല്യൂം കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് തന്നെ നമുക്ക് അതിൻ്റെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം വരയ്ക്കാം. സി ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ പഠിച്ചായിരുന്നു, ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് മൂവിങ് ലോഡ് ഇതണ്ടേ, ഇത് ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. മൂവ് ചെയ്യുമ്പോൾ മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് എവിടെയാണ് വരുന്നത്? ഇതിൻ്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ മാർക്ക് ചെയ്ത ഫസ്റ്റ് പോയിന്റ്. ഈ ഫസ്റ്റ് പോയിന്റ് എവിടെ വരുമ്പോഴായിരിക്കും നമുക്ക് മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ്? ഈ ഫസ്റ്റ് പോയിന്റ് സിയിൽ വന്ന് നിൽക്കുമ്പോഴായിരിക്കും നമുക്ക് മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് വരുന്നത്. മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ്. ഇനി ഇത് ട്രാവൽ ചെയ്ത് എന്ത് വരും? ഇതിൻ്റെ ടെയിൽ എൻഡ്, ഇതാണ് ടെയിൽ എൻഡ്. 2 എന്ന് മാർക്ക് ചെയ്തേക്കുന്ന പോർഷനാണ് ടെയിൽ എൻഡ്. ആ ടെയിൽ എൻഡ് സിയിൽ വരുമ്പോൾ ടെയിൽ എൻഡ് സി പോയിന്റിൽ വന്ന് മീറ്റ് ചെയ്യുമ്പോഴായിരിക്കും മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ഉണ്ടാകുന്നത്. സോ അതിൻ്റെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാമാണ് ഈ വരച്ചിരിക്കുന്നത്. ഇതാണ്ട് ഹെഡ് എൻഡ് സി പോയിന്റിൽ മീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴാണ് മാക്സിമം നെഗറ്റീവ് മൊമെൻറ്റ് വന്നിരിക്കുന്നത്. മാക്സിമം നെഗറ്റീവ് മൊമെൻ്റ് അല്ല, മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ്. ഇനി അതിൻ്റെ ടെയിൽ എൻഡ് സി പോയിന്റിൽ മീറ്റ് ചെയ്യുമ്പോഴാണ് മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് വന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഷിയർ ഫോഴ്സ് വാല്യൂ കിട്ടാൻ എന്ത് വേണം? ആ ലോഡ് ആക്ട് ചെയ്യുന്നതിൻ്റെ താഴെയുള്ള ഇൻഫ്ലുവൻസ് ലൈൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ്ട് ഇതാണ് ആ ഏരിയ, ഇവിടുത്തത് ഈ ഏരിയ. ആ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്കിതിൻ്റെ ഓർഡിനേറ്റ് വാല്യൂ y1 വാല്യൂം വേണം, y2 വാല്യൂം വേണം. സോ മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സിൻ്റെ ഓർഡിനേറ്റ് വാല്യൂ നമുക്കറിയാം, അത് Z/L ആണ്. മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സിൻ്റെ ഓർഡിനേറ്റ് വാല്യൂ L - Z/L. ആ വാല്യൂ വെച്ചിട്ട് y1 കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് ബൈ അപ്ലൈയിങ് സിമിലർ ട്രയാങ്കിൾസ്, തിയറി ഓഫ് സിമിലർ ട്രയാങ്കിൾസ്. സിമിലർ ട്രയാങ്കിൾസിൻ്റെ പ്രിൻസിപ്പിൾസ് വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതേ കണക്ക് തന്നെ ഇവിടെയും സിമിലർ ട്രയാങ്കിൾസിൻ്റെ പ്രിൻസിപ്പിൾസ് വെച്ചിട്ട് ഓർഡിനേറ്റ് y2 കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് വേണം? ഇക്വേഷനകത്ത് അപ്ലൈ ചെയ്ത് മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സും മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സും. മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് എങ്ങനെയാണ് കിട്ടുന്നത്? ഇൻറ്റൻസിറ്റി ഓഫ് ലോഡ്. ഇൻറ്റൻസിറ്റി ഓഫ് ലോഡ് എന്ന് വെച്ചാൽ 40 kN per meter മൾട്ടിപ്ലൈഡ് ബൈ എന്തിൻ്റെ ഏരിയ? അതിൻ്റെ താഴെയുള്ള ഇൻഫ്ലുവൻസ് ലൈൻ്റെ ഏരിയ. ഇതാണ് ഇൻഫ്ലുവൻസ് ലൈൻ്റെ താഴെ വരുന്ന പോർഷൻ്റെ ഏരിയ, ട്രപ്പിസോയിഡിൻ്റെ ഏരിയ. ആൻസർ നോക്കാം. ലോഡിൻ്റെ ഇൻറ്റൻസിറ്റി 1/2. ഇനി എന്തായിരുന്നു? ഈ പോർഷനാണ് ട്രപ്പിസോയിഡിൻ്റെ ഏരിയ. 1/2 ഇൻറ്റു അതെ y1 പ്ലസ് സി ഇതണ്ടേ y1 പ്ലസ് Z/L. y1 Z/L into a span length 5 meters. ഇനി മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് എപ്പോഴാണ് വരുന്നത്? ടെയിൽ ലോഡ് ഈസ് അറ്റ് സി. ടെയിൽ ലോഡ് ഈസ് അറ്റ് സി. അവിടെ എന്താണ്? ഇൻറ്റൻസിറ്റി ഓഫ് ലോഡ് ഇൻറ്റു ഏരിയ ഓഫ് ഇതിൻ്റെ ഈ ഏരിയ, അതായത് ട്രപ്പിസോയിഡിൻ്റെ ഏരിയ ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് കിട്ടും. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാക്സിമം മൊമെൻറ്റിൻ്റെ വാല്യൂ അറ്റ് സി പോയിന്റ്. മാക്സിമം മൊമെൻറ്റിൻ്റെ വാല്യൂ സി പോയിന്റ്. അപ്പോൾ നമുക്ക് ഈ ഓർഡിനേറ്റിൻ്റെ വാല്യൂ അറിയാം, YC ആണ് മാക്സിമം മൊമെൻറ്റിൻ്റെ ഓർഡിനേറ്റ്. മാക്സിമം മൊമെൻറ്റ് ഓർഡിനേറ്റിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, Z
ഇൻറ്റു എൽ മൈനസ് ഇസഡ് ബൈ എൽ. അവിടെ നമുക്ക് വൈസിയുടെ വാല്യൂ കിട്ടി 3.6 മീറ്റേഴ്സ്. ഇനി മാക്സിമം മൊമെൻ്റ് ആക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് വെച്ചായിരുന്നു. മാക്സിമം മൊമെൻ്റ് ആക്ട് ചെയ്യണമെങ്കിൽ ഈ മൂവിങ് ലോഡ് അറ്റ് എ ഡിസ്റ്റൻസ്, ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം സി എയിലായിരിക്കും അതിൻ്റെ ടെയിൽ എൻഡ് നിൽക്കുന്നത്. അപ്പോഴായിരിക്കും മാക്സിമം മൊമെൻ്റ് കിട്ടുന്നത്. ആ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് വെച്ചായിരുന്നു. ഫോർ മാക്സിമം മൊമെൻറ്റ് എക്സ് ബൈ ഡി ഈസ് ഈക്വൽ ടു ഇസഡ് ബൈ എൽ. ഇത് കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ചെയ്തതാണ്. മാക്സിമം മൊമെൻറ്റ് അറ്റ് എ പോയിന്റ് കിട്ടാനുള്ള റിലേഷനാണ് എക്സ് ബൈ ഡി ഈസ് ഈക്വൽ ടു ഇസഡ് ബൈ എൽ. നമ്മൾ എക്സിൻ്റെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഡി എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഈ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിൻ്റെ ലെങ്ത്, ഡിയുടെ വാല്യൂ 5. ഇസഡ് എന്ന് വെച്ചാൽ എന്ത് ഡിസ്റ്റൻസ് ആയിരുന്നു? എ മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് ആണ് ഇസഡ് എന്ന് പറഞ്ഞാൽ. എ മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഇസഡ്. ലെങ്ത് എന്ന് വെച്ചാൽ ടോട്ടൽ ലെങ്ത് 15. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡി എക്സിൻ്റെ വാല്യൂ കിട്ടും, എക്സ്. സോ അറ്റ് എ ഡിസ്റ്റൻസ് എക്സ്, സി എന്ന് 2 മീറ്റർ ഡിസ്റ്റൻസ്, സി ഇന്ന് ടെയിൽ എൻഡ് 2 മീറ്റർ ഡിസ്റ്റൻസിൽ നിൽക്കുമ്പോഴായിരിക്കും നമുക്ക് മാക്സിമം മൊമെൻറ്റ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഈസ് ഈക്വൽ ടു 2 മീറ്റർ, അപ്പോഴായിരിക്കും മാക്സിമം മൊമെൻറ്റ് കിട്ടുന്നത്. ഇനി അടുത്തത് y1 ഡാഷും y2 ഡാഷും കാൽക്കുലേറ്റ് ചെയ്യണം ബൈ യൂസിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് സിമിലർ ട്രയാങ്കിൾസ്. y1 ഡാഷും y2 ഡാഷും കാൽക്കുലേറ്റ് ചെയ്യും യൂസിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് സിമിലർ ട്രയാങ്കിൾസ്. ഇനി നമുക്കറിയായിരുന്നു, നമ്മൾ ആ റിലേഷൻ ഡിറൈവ് ചെയ്തും പഠിച്ചായിരുന്നു, മാക്സിമം മൊമെൻറ്റ് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് y1ഉം y1 ഡാഷും y2 ഡാഷും സെയിം തന്നെയായിരിക്കും. ഹെഡ് എൻഡിൻ്റെ ഓർഡിനേറ്റ്, ഇതാണ് ഹെഡ് എൻഡിൻ്റെ ഓർഡിനേറ്റ് വാല്യൂ, അത് കണക്ക് തന്നെ ടെയിൽ എൻഡിൻ്റെ ഓർഡിനേറ്റ് വാല്യൂ, ഈ രണ്ട് വാല്യൂസും സെയിം തന്നെ ആയിരിക്കും. y1 ഡാഷ് വിൽ ബി ഈക്വൽ ടു y2 ഡാഷ്. ഇവിടെ y1 ഡാഷ് എന്നുണ്ട്, y2 ഡാഷ് എന്നുണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും ഓർഡിനേറ്റ് വാല്യൂ, ടെയിൽ എൻഡിൻ്റെ ഓർഡിനേറ്റ് വാല്യൂം ഹെഡ് എൻഡിൻ്റെ ഓർഡിനേറ്റ് വാല്യൂ സെയിം ആയിരിക്കും. ഇനി നമുക്ക് മാക്സിമം മൊമെൻറ്റ് കിട്ടാൻ എന്തായിരുന്നു വേണ്ട? ഇക്വേഷൻ എന്തായിരുന്നു? ലോഡ് മൾട്ടിപ്ലൈഡ് ബൈ ഏരിയ ഓഫ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ മൊമെൻറ്റ് എം സി അണ്ടർ ദ ലോഡ്. ഇനി ലോഡ് വാല്യൂ കൊടുത്തു. ഇനി എന്തായിരുന്നു? ഏരിയ കിട്ടാനായിട്ട് ഇത് എന്താണ്? ഒരു ട്രപ്പീസോയിഡ് ഷേപ്പ് അല്ലേ? ഇത്രയും പോർഷൻ, ഇത് ഫസ്റ്റ് ട്രപ്പീസോയിഡ്, ഇത് സെക്കൻഡ് ട്രപ്പീസോയിഡ്. അപ്പോൾ ലോഡ് ഇൻറ്റൻസിറ്റി സെയിം ആയതുകൊണ്ടാണ് 40 നമ്മൾ പുറത്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് ഫസ്റ്റ് ട്രപ്പീസോയിഡിൻ്റെ ഇക്വേഷൻ, ഇത് ഫസ്റ്റ് ട്രപ്പീസോയിഡ്, ഇത് സെക്കൻഡ് ട്രപ്പീസോയിഡ്. രണ്ടിനകത്തും ആക്ട് ചെയ്യുന്ന ലോഡ് സെയിം ആണ്. അവിടെ നമുക്ക് മാക്സിമം മൊമെൻറ്റിൻ്റെ വാല്യൂ കിട്ടി 600 kN meters.